രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രജ. 2001 പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകനായി എത്തിയത്. ബോളിവുഡ് താരം അനുപം ഖേർ അതിഥി വേഷത്തിലെത്തിയ പ്രജയിൽ മോഹൻലാലിന് പുറമെ കൊച്ചിൻ ഹനീഫ, ബിജു മേനോൻ, മനോജ് കെ ജയൻ, ബാബു നമ്പൂതിരി, ഷമ്മി തിലകൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. സക്കീർ അലി ഹുസൈൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയ ചിത്രത്തിൽ ബലരാമൻ കൊണാറക് എന്ന കഥാപാത്രമായാണ് ഷമ്മി തിലകൻ അഭിനയിച്ചത്. ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രജയുടെ ഷൂട്ടിംഗ് സമയത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് താരം. എൻ്റെ കാലൊടിഞ്ഞിരിക്കുന്ന സമയത്താണ് പ്രജ സിനിമ ചെയ്യുന്നത്. ആ പടത്തിൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. എന്നെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടിൽ ബെൻസ് കാറിൽ നിന്നും ഞാൻ ഡോർ തുറന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വലത്തെ കാലാണ് ആദ്യം കാണുന്നത്. അതിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയായിരുന്നു. അത് ശരിക്കും ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടനുമായുള്ള ഒരു സീനുണ്ട്. ആ സീനിൻ്റെ അവസാനം ലാലേട്ടൻ എൻ്റെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ കയറി ഈ കാലിൽ ചവിട്ടി. വീണ്ടും അത് ഫ്രാക്ചറായി. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതൊന്നുമല്ല. പിറ്റേ ദിവസവും ഷൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രിക്ക് രാത്രി കോതമംഗലത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ വീട്ടിൽ ചെന്നു. അവർ ഹസ്ബൻഡും വൈഫും ആയുർവേദ ഡോക്ടർമാരാണ്. അവർ രണ്ടുപേരും ഈ കാല് വലിച്ചു പിടിച്ച് ശരിയാക്കി. അതുകൊണ്ടാണ് പിന്നീട് ആ ഷൂട്ടിംഗ് നടന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്ത സീനായിരുന്നു പ്രജയിലേത്. ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. ഷമ്മി തിലകൻ പറഞ്ഞു.